ഈശോ പറഞ്ഞില്ലേ, ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മത്തായി 10:34. ഞാൻ സമാധാനമല്ല. എന്തുകൊണ്ടാണ്? വചനം വരുമ്പോ വാളാവും. നിങ്ങൾ രണ്ടുപേരും മക്കള് വചനം സ്വീകരിക്കും. പെങ്ങളും അളിയനും വചനം സ്വീകരിക്കുവോ? ഇല്ല. വീട്ടിൽ നടക്കുവോ? നടക്കും. നിങ്ങൾ ചെയ്യണ എല്ലാവരും കുറ്റം കാണും. കണ്ടോ? അവര് ചെയ്യണ കണ്ടോ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെടുവോ? കാരണം നിങ്ങൾ ആത്മാവിൽ വരുമ്പോ കേട്ടോ, അവര് ബ്ലൂ ഫിലിം വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. നിങ്ങൾ വ്യത്യസ്തപ്പെട്ടു പോകുന്നു. കണ്ടോ? നിങ്ങൾ വചനത്തിലായി. അവര് വഴക്കിടാൻ പോകുമ്പോൾ നിങ്ങൾ വഴക്കിടാൻ പോവോ? ആ സമയത്ത് നിങ്ങൾ കർത്താവിന്റെ ഒരു വചനം വായിക്കാൻ നോക്കില്ലേ? ഒന്നില്ലെങ്കിൽ ഒരു കൊന്തേക്കലും ചെല്ലാൻ നോക്കും. കൊന്തയില്ലുമ്പോഴെന്ത് വരുന്നു? വാചനം തന്നെ വരികയാണ്. ഇങ്ങനെ റെപ്പിറ്റേഷൻ. സാത്താൻ നിൽക്കാൻ സാധിക്കില്ല കൊന്തയില്ലുമ്പോ. കണ്ടോ? വചനമാണ്. ഒന്ന് ഗബ്രിയേലിയലേത്, ഒന്ന് പരിശുദ്ധ അരുവിൽ. ലൂക്ക 1:28-42 കൂടി വരുമ്പോ കണ്ടോ? വചനമാണ്. അതുകൊണ്ടാണ് മത്തായി 8:16 പ്രവർത്തിക്കോടെ. സാത്താൻ എല്ലാം ഇളകും. കണ്ടോ? ഞാൻ ഈ മാതാവിന്റെ സ്ഥലത്ത് ചെയ്യാം. കർത്താവ് പഠിപ്പിച്ചു തരും നമ്മളെ. ഒരിക്കൽ ഞാൻ കത്തീഡ്രല് ഫോർട്ട് വെച്ച് ബസിലിക്ക കത്തീഡ്രലിൽ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും വചനം പറയാൻ കൊടുക്കും. ആദ്യകാലത്താണ്. ഒരു ദിവസം ചെന്നു ഒരുത്തിന് ഓടി ഇങ്ങോട്ട് വന്നൊരു പൊക്കമുള്ള ഒരു പയ്യൻ, ഒരു 18-20 വയസ്സുള്ള. വന്ന പാട് നല്ല ഹൈറ്റും ഉണ്ട്. മനസ്സിലായി? വരുമ്പോ ഞാൻ തലൊന്നും കൈവെക്കാൻ പറ്റാത്തതുകൊണ്ട് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞില്ല. ഉടനെ ആള് താഴ്ത്തി കിടക്കുന്നു. താഴ്ത്തി കിടന്നിട്ട് ചത്ത് കിടക്കുന്നു. ശ്വാസമൊന്നും ഉണ്ടാകില്ല. അതാണ് ബൈബിളിലൊക്കെ പറഞ്ഞിട്ടില്ല, ചത്ത പോലെ ചത്താണെന്ന്. ആ സമയത്ത് കപ്പയൊക്കെ ആവശ്യം എന്താണ്? ഞങ്ങളൊക്കെ പുറത്താക്കണം. 8 മണിയായില്ല. മണി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കപ്പേര് പള്ളി കിടക്കുന്നത്. ഭാഗ്യത്തിന് അവിടെ 2-3 പ്രദേശമുണ്ട്. വന്നുകൊണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണിത്. ഇവനെ പൊക്കി പുറത്ത് കിടത്താനായിട്ട് പള്ളി പൂട്ടാൻ പോകണം. അപ്പൊ ഇരുട്ടുമാവും. എന്ത് ചെയ്യുന്ന ഇപ്പൊ കർത്താവിനോട് ചോദിച്ചപ്പോ ഒരാളവിടെ കാറിൽ വന്നെടുത്തത്. അയാളുടെ ഫിയറ്റ് കാറിൽ. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ബന്ധിച്ചിട്ട് കയറ്റിയിട്ടോളാൻ പറഞ്ഞു. പൊക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അടുത്തൊരു വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിട്ട് ചത്ത് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ അനുഭവങ്ങളാണ് എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈശോ എല്ലാം പഠിപ്പിച്ചു തരുമെന്ന് യോഹന്നാൻ 6:45. ആരും വേണ്ട, പഠിപ്പിക്കണ്ട. നിങ്ങൾ കൃപയിൽ വന്നാൽ മതി. പാപത്തിൽ നിന്ന് വിട്ടുപോകുന്നാലേ ഉള്ളു, അല്ലെങ്കിൽ പഠിക്കില്ല. പാപത്തിൽ നിന്ന്. പാപം ചെയ്യുന്നവരാരെങ്കിലും ഈശോനെ അറിഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? 1 യോഹന്നാൻ 3:6-9 വരെ വന്നു. പിന്നെ ഈശോനെ അവരെങ്ങനെ പറയും? അവര് കാണുന്ന ഈശോ വ്യത്യസ്തപ്പെട്ട ഈശോയാണ്. കുമാരസ്വാമിയുടെ ഈശോ ആയിരിക്കും, അല്ലെങ്കിൽ അഴീക്കോടന്റെ ഈശോ ആയിരിക്കും. ഇപ്പൊ മനസ്സിലായ? അല്ലെങ്കിൽ കൃഷ്ണസ്വാമിയുടെ ഈശോ ആയിരിക്കും, അല്ലെങ്കിൽ കോവൂർ എഴുതുന്ന ഈശോ ആയിരിക്കും. അതല്ല ഈശോ. അല്ലെങ്കിൽ പ്രജാപതി ഈശോയാണ്. അതല്ല ഈശോ. ഈശോ പത്രോസിലും പൗലോസിലും കൂടി വന്നതാണ്. അവരിലാണ് ദൈവം കാണിച്ചു കൊടുത്തത്. അവരിൽ കൂടി വന്നതാണ്. വചനത്തിൽ കൂടിയാണ്. വചനം സ്വീകരിച്ച് കർത്താവിനെ കീഴടങ്ങുന്നവരാണ് സെയിന്റ് ആന്റണി, ഫ്രാൻസിസ്. അവരിൽ കൂടി വരുന്ന ഈശോയാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ വ്യത്യസ്തമുണ്ട്. കണ്ടോ? ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ. അതാ വിശുദ്ധ പൗലോസ് പറഞ്ഞ റോമ 10:1-4 വിലവാന. തീഷ്ണതയുണ്ട്. പക്ഷെ ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അവനവന്റെ സ്വന്തം നീതിയെ സ്ഥാപിക്കാനായിട്ട് ഓരോരുത്തർ കാണിച്ചു വിടുന്നതാണ്. ആ അറിവ് കിട്ടാനാണ് നാം വരേണ്ടത്. 2 പത്രോസ് 1:1-15 വനത്തിൽ വരേണ്ടത്. യഥാർത്ഥമായിട്ടുള്ള അത് എഴുതി വായിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ ചെന്ന് ഈ സാധനം ഇയാൾ വരുന്നില്ല. ആ സമയത്ത് അവിടെ മാതാവിന്റെ ഫോട്ടോ ഇരുന്ന് ഞാൻ ഇവനോട് പറഞ്ഞു, ആ മാതാവിന്റെ ഫോട്ടോ നോക്കാൻ പറഞ്ഞു. നോക്കേല. കണ്ടോ? മാതാവിന്റെ മാത്രം അവിടെ നോക്കേല. ഉൽപ്പത്തി 3:15 കാണിച്ചു തരാനായിരുന്നു ദൈവം. എന്താ കൃപയെന്ന്. മനസ്സിലായ? അവർക്ക് നോക്കില്ല. ആ 8 മണി തുടങ്ങിയ ഒരു 10, 10:30, 11 മണിയായി. കണ്ടോ? അതൊക്കെ ആദ്യ സമയത്തൊക്കെ ഇട്ട് പഠിപ്പിക്കുകയാണ് മണിക്കൂറുകളോളം ഇട്ട്. കണ്ടോ? ഇന്നാണെങ്കിൽ അതൊക്കെ 5 മിനിറ്റ് കൊണ്ട് അവൻ പോകും. മനസ്സിലായില്ലേ? യേശുവിന്റെ നാമം പറഞ്ഞ അന്ന് 3.5 മണിക്കൂറായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഉടനെ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ നിന്ന് വന്നു. ഇത് കേട്ടറിഞ്ഞ്. പെണ്ണുങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. ഉടനെ അങ്ങോട്ട് നിന്ന് തുടങ്ങുമല്ലോ ഒച്ചയും ബഹളവും ഊഹുലോ എന്നും പറഞ്ഞു. കണ്ട? ആ ഭാഷ അവരുപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാല് അവിടെ തന്നെ പിശാചിന്റെ ഭാഷ വരാം. ഈ പ്രാർത്ഥനക്കാര് പെണ്ണുങ്ങളില്
കണ്ടോ? അതിനെ പിന്നെ ബന്ധിക്കണം, എന്നിട്ട് അവിടെ നിർത്തണം. ഇതെല്ലാമാണ് നോക്കേണ്ടതെന്നറിയാമോ? ഇത് കൃപ ഉണ്ടെങ്കിൽ അറിയുള്ളൂ. നമ്മൾ ഒരു സ്ഥലത്തെല്ലാം ഓരോ അനുഭവങ്ങൾ, അതുകൊണ്ടല്ലേ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതല്ല, കണ്ടോ? പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ വീട്ടുകാരത്തിക്ക് ഞങ്ങൾക്കൊക്കെ കാപ്പി തരണമെന്നോ, കണ്ടോ? വീട്ടുകാരത്തി കാപ്പി ഉണ്ടാക്കാൻ പോയി. കിട്ടുമോന്നൊരു ഒച്ച കേട്ട് നോക്കുമ്പോൾ വീട്ടുകാരത്തെ അലച്ചു കിട്ടി താഴെ. പിന്നെ വീട്ടുകാരത്തിനെ പ്രാർത്ഥിക്കുന്നത് അനുഭവങ്ങളാണിതെല്ലാം. കുറെ സമയം വീട്ടുകാരത്തിനെ പ്രാർത്ഥിച്ച് വീട്ടുകാരത്തി ഒരു ആംഗ്ലോ ഇന്ത്യനാണ്. അപ്പൊ പിന്നെ വീണാ പിന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, അവിടെ കിടക്കും. പിന്നെ അതിനെ പ്രാർത്ഥിച്ച് വെള്ളമെല്ലാം തളിച്ച് അതിനെ എഴുന്നേപ്പിച്ച് ഇരുത്താൻ നേരെ പാടുപെട്ടല്ലോ. പല തടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ പിടിപ്പിക്കണം, എഴുന്നേക്കണ്ടേ ഇത്. അപ്പൊ അങ്ങനെ ഒരു അത് കഴിഞ്ഞപ്പോ ഇപ്പുറത്തി അത് കഴിഞ്ഞവൻ ഓരോന്ന് പറയില്ല. മർക്കോസ് 5:9 അരുവിയാണ് അതെല്ലാം. ലഗ്യോനാണ്. 6000 സെറ്റാണ് ഒരു ലഗ്യോൻ. കണ്ടോ? ഇതിങ്ങനെ ആയിരക്കണക്കിനും ഉണ്ടാവും. ഇത് പോയിട്ടും രണ്ടാമത് മടങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം മടങ്ങി വരും. അതുകൊണ്ടാണ് മാർക്കോസ് 9:29 പ്രാർത്ഥന ഉപവാസം കൊണ്ട് ഇതെല്ലാം പോവുകയുള്ളു. ഈശോ അത് ചെയ്തത്. ഈശോ എത്ര സ്ഥലത്താണ് ഈശോ ആദ്യം ചെയ്യുന്നത്? എന്തായിരുന്നു? ഒരു സ്ഥലത്ത് നിന്ന് വൈശാഖ്യത്തിലും ആദ്യം കടന്നിട്ടാണ് വചനം കൊടുക്കുന്നത്, സ്വീകരിക്കുന്നത്. എന്നാലേ വിശുദ്ധി എളിമയും എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. കണ്ടോ? അതുകൊണ്ടാണ് കരങ്ങൾ വെക്കുമ്പോൾ വിശുദ്ധി പാലിക്കണമെന്ന് 1 തിമോത്തി 5:22-23 ഉണ്ടോ അത്? അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പൊ പൈശാശക്തിയിൽ വരണതും ഈ സ്ട്രെയിൻ സ്പിരിറ്റ് കയറുന്നതും. കണ്ടോ? അവന്റെ പാപത്തിൽ പങ്കുചേരുകയാണ് അവനെ കൊണ്ട് തലയിൽ കൈവെപ്പിക്കുമ്പോ, നിങ്ങളും വെക്കുമ്പോ. കണ്ടോ? അതുകൊണ്ടാണ് കൃപ കിട്ടാതെ നിങ്ങൾ തൊടാൻ പോരുത്. അതാണ് ഈ 4 വർഷമെല്ലാം നിൽക്കാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ നിൽക്കുവോ? ലൂക്ക 13:34 പെടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ കാക്കണ പോലെ നമ്മൾ കാത്താലും ഞാഞ്ഞുള്ള കണ്ടാൽ പെടക്കോഴി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ, കോഴിക്കുഞ്ഞുങ്ങൾ ചാടി കൊത്താൻ പോകും. അപ്പൊ പെടക്കോഴി എന്ത് ചെയ്യും? കിക്കി അല്ല വിളിക്കും, പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കുവാ. അപ്പൊ ആരാ വരണത്? 1, 10, 5, 8 ആരാ? സാത്താൻ അലറുന്ന സിംഹമാണ്. അവൻ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. അവൻ പാപത്തിൽ നിന്നാണ് അവന്റെ ജന്മം തന്നെ. 1 യോഹന്നാൻ 3 4 തൊട്ട് 10 ഉള്ള വനമാണത്. കണ്ടോ? പാപം എവിടെയുണ്ട് അവിടെ പിശാച് വരും. കണ്ടോ? അവൻ അവസാനം ഇതെല്ലാം വെടിയിച്ചു കഴിഞ്ഞപ്പോ മാതാവിന്റെ പടത്തിൽ നോക്കാൻ ഞാൻ പറഞ്ഞില്ല, ഒറ്റ പൊട്ടി കരച്ചത്. പിന്നെ കരച്ച് ഭയങ്കര കരഞ്ഞല്. അപ്പോഴാണ് അവന് സുബോധം വേണ്ടി കിട്ടിയത്. മാർക്കോസ് 5:15 അപ്പാണ് ഇതൊക്കെ അറിയണത്. ഞാൻ ഈ ബന്ധനത്തിലായിരുന്ന. കണ്ടോ? അപ്പോ അതുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, നീ വീട്ടിൽ പോയി നിന്റെ കാര്യമൊക്കെ നോക്കെന്നും പറഞ്ഞു വിടും. അല്ലെങ്കിലോ ഇപ്പൊ ആയിരക്കണക്കിന് പ്രാർത്ഥന പാസിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളും ആണുങ്ങളും പോകില്ലെന്ന് പറഞ്ഞ്. ഇത് രഹസ്യമാണിത്, ആത്മീയ രഹസ്യമാണ്. എല്ലാം നമ്മുടെ കൂടെ നിൽക്കും, പോകാതെ പോകയില്ല വിട്ട്. കണ്ടോ? അതുകൊണ്ടാണ് എല്ലാത്തിനും പറഞ്ഞു വിടുന്നത്.